الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إياك نعبد وإياك نستعين പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. പ്രവാചക തിരുമേനി പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല, ലോകം അവസാനിക്കുകയില്ല. ഹത്താ ലാ യുഖാല ഫിൽ അർദി അല്ലാഹ് അല്ലാഹ്, ഭൂമിയിൽ അല്ലാഹു അല്ലാഹു എന്ന വാചകം പറയുന്ന ഒരാളും ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകൾ ഇല്ലാതെയാകുന്ന അവസ്ഥയിലായിരിക്കും ലോകാവസാനം സംഭവിക്കുക. ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരെല്ലാവരും അവരുടെ നിത്യജീവിതത്തിൽ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകമാണ് അല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ വാചകങ്ങളിലെല്ലാം അല്ലാഹു എന്ന പദമുണ്ട്. ആ പദം പറയുന്ന ആളുകൾ ഇല്ലാതെയാകും. ആ പറയുന്ന പദം, അല്ലാഹു എന്ന പദം പറയാൻ ആളുകളില്ലാത്ത ഒരു കാലഘട്ടം ഇവിടെ കടന്നു വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലാ യദ്ഹബുൽ ലൈലു വന്നഹാറു ഹത്താ തുഅബദൽ ലാത വൽ ഉസ്സ. ലാത്തയെയും ഉസ്സയെയും നമ്മൾ വായിച്ചത് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ജനങ്ങൾ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്നത് വരെ രാപ്പകലുകളുടെ വ്യത്യാസങ്ങൾ അത് അവസാനിക്കുകയില്ല. അഥവാ ലോകം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് വിശ്വാസികളുടെ ഇടയിലേക്ക് ബഹുദൈവാരാധന കടന്നു വരും. മുസ്ലിങ്ങൾ ലാത്തയെയും ഉസ്സയെയും ഒക്കെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു എന്ന് പറയുന്ന ആളുകൾ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം കടന്നു വരും. ഇതൊക്കെയാണ് ഈ ഹദീത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്.
തൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലുള്ളത് ലാ തഖൂമുസ്സാഅ, ലോകാവസാനം വരികയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മുശ്രിക്കുകളുമായി ലയിച്ചു ചേരുന്നത് വരെ, യോജിക്കുന്നത് വരെ. ആരുമായിക്കൊണ്ട്? ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളുമായി യോജിക്കുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല. വഹത്താ യഅബുദുൽ ഔസാന, ആ മുസ്ലിങ്ങളായ ആളുകൾ, നബിയുടെ ഉമ്മത്ത് എന്ന് പറയുന്ന ആളുകൾ, അവർ ആരെ ആരാധിക്കും? ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥകൾ വരും. പ്രിയപ്പെട്ടവരെ, സ്വഹീഹായ 3 ഹദീത്തുകളാണ് ഈ ഖുത്ബയുടെ തുടക്കത്തിൽ ഞാൻ എൻ്റെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ ഹദീത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? ഞാനും നിങ്ങളും ആലോചിക്കുന്നത് എന്താണ്? നമ്മൾ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി പള്ളി ഉണ്ടാക്കിയ ആളുകളാണ്. അത് ഈ സമൂഹത്തോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കഴിവിൻ്റെ പരമാവധി ദഅവത്ത് നടത്തുന്ന ആളുകളാണ്. നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലാ തഖൂമുസ്സാഅ, ലോകം അവസാനിക്കുകയില്ല. ഏതുവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ബഹുദൈവാരാധകരുമായി ലയിക്കുന്നത് വരെ, അല്ലെങ്കിൽ ബഹുദൈവാരാധന കടന്നു വരുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ട ഹദീത്തുകളാണ് ഈ ഹദീത്തുകൾ. ഞാൻ ഈ ഹദീത്തുകൾ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള കാരണം, നമ്മൾ കഴിഞ്ഞ ആഴ്ച മാറ്റിവെച്ച് അതിൻ്റെ മുമ്പുള്ള ആഴ്ചകളിൽ ചർച്ച ചെയ്തു വരുന്നത് അഖീദത്തുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ ആദർശം എന്നുള്ള വിഷയമാണ്. നമ്മുടെ ആദർശം എന്താണ്? അത് തൗഹീദാണ്. ആ തൗഹീദിന് വിരുദ്ധമാണ്, ആ തൗഹീദിൻ്റെ എതിരായ ഭാഗമാണ് ഷിർക്ക് എന്നുള്ളത്, വിഗ്രഹാരാധന എന്നുള്ളത്, മുശ്രിക്കുകൾ എന്നുള്ളത്. ആ മുശ്രിക്കുകളിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, ഷിർക്കിലേക്ക് മുസ്ലിം ഉമ്മത്ത് കടന്നു പോകുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അഖീദ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മുടെ അഖീദയെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്കെല്ലാവർക്കും തൗഹീദ് എന്ന പദം പരിചയമുണ്ട്. തൗഹീദ് എന്ന പദത്തിന് ഭാഷാർത്ഥം എന്താണ്? അത്തരമൊരു പഠനങ്ങളൊന്നും പല ആളുകളും നടത്തിയിട്ടുണ്ടാവില്ല, ഞാൻ വിമർശിക്കുകയല്ല. തൗഹീദ് എന്ന് പറയുന്ന പദം യഥാർത്ഥത്തിൽ വഹദ യുവഹീദു എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നുള്ളതാണ് അർത്ഥം. ഏകനാക്കുക എന്നുള്ളതാണ്. മുസ്ലിമായ ഒരാൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പാഠമാണ്. തൗഹീദ് എന്നാൽ ഏകനാക്കുക എന്നതാണ് അർത്ഥം. ആരെ ഏകനാക്കുക? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ ഏകനാക്കുക. അള്ളാഹു ഏകനാണ്. എവിടെ ഏകനാണ്? ഏതൊക്കെ മേഖലകളിൽ അള്ളാഹു ഏകനാണ്? പണ്ഡിതന്മാർ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന മനസ്സിലാക്കുന്ന വിഷയം അതാണ്. സാധാരണ തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ പറയും അൻവാഉ തൗഹീദ്. തൗഹീദിന്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 3 എണ്ണമാണ്. അൻവാഉ തൗഹീദ്, 3 ഇനങ്ങളുണ്ട് തൗഹീദിന്. തൗഹീദ് 3 എണ്ണാണെന്നല്ല, തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി, എളുപ്പമാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന പാഠമാണ് ഇത് നമ്മൾ പഠിക്കണത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൗഹീദ് 3 ഇനമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെയും ഹദീത്തുകളുടെയും അടിസ്ഥാനത്തിൽ തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ നമുക്ക് വളരെ ലളിതമായി വിശദീകരിച്ചു തന്ന ഭാഗമാണ് തൗഹീദ് എന്നാൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. എവിടെയൊക്കെയാണ്? അതിനാണ് 3 ഇനങ്ങൾ പറയുന്നത്. അതിലൊന്ന് തൗഹീദ് റുബൂബിയത്താണ്. തൗഹീദ് റുബൂബിയ എന്ന് പറയും. മറ്റൊന്ന് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയും. മൂന്നാമത്തത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഇത് 3ഉമാണ്. ഇത് ഓരോന്നും നമ്മൾ പഠിക്കണം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഖീദ നമ്മൾ മനസ്സിലാക്കിയെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് തൗഹീദ് റുബൂബിയ എന്ന് ചോദിച്ചാൽ നമുക്കറിയണം. തൗഹീദുൽ ഉലൂഹിയ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയണം. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയണം. അതറിയുന്നവനാണ് അഖീദ അറിഞ്ഞ ആള്. മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? ഈ തൗഹീദാണ്. ആ തൗഹീദ് എന്താണ്? അതിന് 3 തലങ്ങളുണ്ട്. ആ 3 തലങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അതിലൊന്നെന്താ? തൗഹീദ് റുബൂബിയത്താണ്. തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുക. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതാണ്. അള്ളാഹുവാണ് റബ്ബ്. ആ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു റാസിഖാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക്കാണ്, അള്ളാഹു മുദബ്ബിറാണ്. ഇങ്ങനെ റബ്ബ് എന്ന വിശേഷണത്തിന്റെ പരിധിയിൽ വരുന്ന അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ, അവനാണ് ജനിപ്പിച്ചവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് വെള്ളം നൽകുന്നവൻ. ആ മേഖലകളിലെല്ലാം അള്ളാഹു ആരാണ്? ഏകനാണ് എന്ന് വിശ്വസിക്കണം. ഇതാണ് തൗഹീദ് റുബൂബിയത്ത്. യഥാർത്ഥത്തിൽ റബ്ബ് എന്ന പദം, റുബൂബിയത്ത്, റബ്ബ് എന്ന പദം, അതിന് മലയാളത്തിൽ നമ്മൾ അർത്ഥം നൽകുമ്പോൾ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് അർത്ഥം. പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ.
അള്ളാഹു ആരാണ്? നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവനാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തെറിച്ചു വരുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, കണ്ടാൽ അറപ്പ് തോന്നുന്ന വെറുപ്പോടുകൂടെ നമ്മൾ ലജ്ജയോടുകൂടെ കാണുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് നമ്മുടെ യാത്രയുടെ തുടക്കം. അല്ലേ? ഭാര്യയും ഭർത്താവും, ഒരു പുരുഷനും ഒരു സ്ത്രീയും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിലൂടെയുണ്ടാകുന്ന സ്രവത്തിൽ നിന്നാണ് മനുഷ്യന്റെ തുടക്കം. വളരെ ദുർബലം, അല്ലേ? അറപ്പോടെ നമ്മൾ നോക്കിക്കാണുന്നത്. അവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഉമ്മയുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ആ സ്രവം അത് വളരാൻ തുടങ്ങുന്ന വിവിധ ഘട്ടങ്ങളുണ്ട്. പടിപടിയായി അതിനെ വളർത്തിക്കൊണ്ടുവന്നവൻ, അതിന് രൂപം നൽകിയവൻ, അതിനെ അതിൻ്റെ കൃത്യമായ രീതിയിൽ പോഷണം നൽകി വളർത്തി വലുതാക്കി അതിൻ്റെ സമയമായപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നൻ അവനാണ് ആര്? റബ്ബ് എന്നുള്ളത്. നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നൻ. അതാണ് അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു സൃഷ്ടാവാണ് എന്ന വിശ്വാസം. അതേപോലെ തന്നെ അള്ളാഹു മാലിക്കാണ്, അവൻ രാജാവാണ്, ആധിപത്യമുള്ളവനാണ് എന്നെന്ത് ചെയ്യുക? നമ്മൾ വിശ്വസിക്കുക. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ മഹാഭൂരിപക്ഷം മനുഷ്യരും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇസം, നമ്മുടെ പാർട്ടിയല്ല ഞാൻ പറഞ്ഞത്, അതൊരു ഇസമാണ്. മതം മനുഷ്യന് വേണ്ട എന്ന് പറയുന്ന ഒരു ഇസമാണ്. കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തമാണ് ദൈവമില്ല എന്നുള്ളതാണ്, ദൈവം വേണ്ട എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തെ കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ കമ്മ്യൂണിസത്തിന്റെ മുദ്രാവാക്യത്തിൽ പോലും ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ് വിവരമുള്ള ആളുകൾ പറയാറുള്ളത്. സാധാരണ അവർ പറയാ വിപ്ലവം വിജയിക്കട്ടെ എന്നാണ്. വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ പദത്തിലൊരു പ്രാർത്ഥനയുണ്ട്. വിപ്ലവം വിജയിക്കട്ടെ, അല്ലെങ്കിൽ വിജയിക്കുമെന്നല്ല, വിജയിക്കട്ടെ. അതിലെന്തുണ്ട്? ഒരു തേട്ടമുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ വലിയ വലിയ നേതാക്കന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, അവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രം പറഞ്ഞിരുന്നു. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറയുന്നത് ലോകത്തെ മഹാഭൂരിപക്ഷം മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയുള്ള ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമില്ലാത്ത ആരാകട്ടെ, ആരാണ് ഈ പ്രപഞ്ചത്തെ പടച്ചത് എന്ന് ചോദിച്ചാൽ ദൈവമുണ്ട് എന്ന് പറയുന്നവരാണ് വളരെ ന്യൂനപക്ഷം ഒഴികെ. അവരുടെ ഉള്ളിൽ പോലും ദൈവവിശ്വാസമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് തൗഹീദ് പഠിപ്പിച്ചത്. അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ അവസാനത്തെ പ്രവാചകനാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചത് ആരെ ചൂണ്ടിക്കാണിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന കാലഘട്ടം വ്യക്തമായ വഴികേടിലായ സമുദായം, ഇരുട്ടിലായിരുന്ന സമുദായം. അവരെ ചൂണ്ടിക്കാണിച്ച് നബി പറയാണ് അവർ ശിർക്കിലാണ്, അവർ ബഹുദൈവാരാധകരാണ്, അവർ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരാണ്. അവരോട് നബി പറയാ നിങ്ങൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരണം, നിങ്ങൾ തൗഹീദിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ഓഡിയൻസ് ആരാ? മക്കയിലെ മുശ്രിക്കുകളാണ്. മക്കയിലുണ്ടായ നബിയുടെ കുടുംബക്കാരാണ്, നാട്ടുകാരാണ്. അവരാരാ? അവർ മുശ്രിക്കുകളാണ്. അവരുടെ വിശ്വാസം എന്താ? അതുകൂടെ പഠിച്ചാൽ മതി സഹോദരങ്ങളെ. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാം. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാം, റബ്ബിനെ അറിയാം. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് 83 യുദ്ധങ്ങൾ നടത്തിയത്? പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന റബ്ബിനെ, അള്ളാഹുവിനെ മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാം. ഒരു സംശയമല്ല. മക്കയുടെ ചരിത്രത്തിന്റെ പ്രവാചക തിരുമേനി വരുന്നതിന്റെ കാലത്തിന്റെ മുമ്പ് തന്നെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ മുമ്പ് തന്നെ ഉണ്ടായ സംഭവമാണ് കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും വന്ന ചരിത്രം. വളരെ വിശാലമായ ചരിത്രമാണ്. നബിയുടെ പ്രവാചക തിരുമേനിയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിന്റെ 2 ഘട്ടമുണ്ട്. ഒന്ന് നബിയുടെ നുബൂവത്തിന് ശേഷം, നബിയുടെ ജനനത്തിന് ശേഷവും നബിയുടെ ജനനത്തിന് മുമ്പും. ആ മുമ്പുള്ള ചരിത്രത്തിലെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഏത്? കഅബ പൊളിക്കാൻ വന്ന ചരിത്രം. അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വേണ്ടി വന്നു. ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കല്ല. അതിന് അബ്രഹത്ത് അന്നത്തെ മക്കയുടെ ഭരണ ചുമതലയുള്ള, കഅബയുടെ ചുമതലയുള്ള അബ്ദുൽ മുത്തലിബുമായി കൊണ്ടൊരു സംസാരമുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ ആടുകളെ ആര് പിടിച്ചിരുന്നു? അബ്രഹത്തും കൂട്ടരും പിടിച്ചിരുന്നു. അല്ല, അദ്ദേഹം കടന്നു വരുന്ന വഴികളിലെ ആളുകളെയൊക്കെ ആക്രമിച്ചും അവരുടെ സ്വത്തുകൾ അപഹരിച്ചുമാണ് അദ്ദേഹം കടന്നു വരുന്നത്. കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ ആടുകളെയും പിടികൂടിയിരുന്നു. അപ്പൊ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബുമായി സംസാരിക്കാൻ വരുന്ന സമയത്ത് അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറയുന്നൊരു വാചകമുണ്ട്: നിങ്ങൾ എൻ്റെ കുറച്ച് ആടുകളെ പിടിച്ചു വെച്ചിട്ട് അത് നിങ്ങൾ എനിക്ക് വിട്ടു തരണം, കാരണം അതിൻ്റെ റബ്ബ് ഞാനാണ്, അത് എൻ്റെതാണ്. അപ്പൊ അബ്രഹത്തിന്റെ അത്ഭുതത്തോടു കൂടെയുള്ള ഒരു ചോദ്യം: നിങ്ങൾ ഈ കാബയുടെ സംരക്ഷകനാണ്, കാബയുടെ ഉത്തരവാദിത്തമുള്ളയാളാണ്, കാബ പൊളിക്കാനാണ് ഞാൻ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. കാബ പൊളിക്കരുത്, നിങ്ങളോട് പിരിഞ്ഞു പോകണം, അതൊന്നുമല്ലല്ലോ പറയുന്നത്.
അബ്ദുൽ മുത്തലിബ് അപ്പ പറഞ്ഞ വാചകം എന്താ? ആടുകൾ എൻ്റെതാണ്, അതിൻ്റെ റബ്ബ് ഞാനാ, അതെൻ്റെ സംരക്ഷണത്തിലാണ്, ഞാനാണ് ഐറ്റങ്ങളെ വളർത്തുന്നത്. കാബയുടെ ഒരു റബ്ബുണ്ട്, കാബയുടെ നാഥൻ, കാബയുടെ റബ്ബ് സംരക്ഷിക്കും. നിങ്ങൾ കാബക്കൊരു റബ്ബുണ്ട് എന്ന ബോധം ആർക്കുണ്ട്? അബ്ദുൽ മുത്തലിബിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്നതിന്റെ മുമ്പ്, പ്രവാചകനാകുന്നതിന് മുമ്പ് അവർക്ക് ആരറിയാം? അള്ളാഹിനെ അറിയാം, അള്ളാഹുവിനെ അറിയാം. ഒരു സംശയമല്ല അതില്. നബിന്റെ വാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടിമ, അള്ളാഹുവിന്റെ അടിമ എന്നാണ് നബിന്റെ ബാപ്പാന്റെ പേര്. ഹുദൈബിയ സന്ധി നടക്കുക, നബി വന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി, ഹുദൈബിയയിൽ വീണ്ടും ചെയ്യുന്നു, ഉംറ ചെയ്യാൻ വേണ്ടി വരുന്നു, നബിയെ തടയുന്നു. ആ സമയത്താണ് ഹുദൈബിയ സന്ധ്യ. അന്ന് സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് അദ്ദേഹം മുസ്ലിം അല്ല. അപ്പൊ നബി കരാർ എഴുതാൻ പറഞ്ഞു. കരാർ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിയെ ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് എഴുതിക്കോളൂ. കരാർ എഴുതുകയാണ്, അതിൽ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി. ആ സമയത്ത് ഫഖാല സുഹൈൽ പറഞ്ഞു, ലാ അഅരിഫു ഹാദാ, ഇതെനിക്കറിയില്ല, ഇത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളിപ്പോൾ എഴുതിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ഞങ്ങൾക്കറിയില്ല. വലാകിൻ ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് എഴുതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പാടില്ല. കാരണം എന്താ? പരമകാരുണ്യകനും കരുണാനിധിയുമായ ഒരു അള്ളാഹുവിനെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അള്ളാഹിനെ അറിയാം. അതുകൊണ്ട് തന്നെ ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് കരാർ എഴുതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞെന്തറിയോ? മക്കയിലെ മുശ്രിക്കുകൾക്ക് ആരറിയാം? അള്ളാഹിനെ അറിയാം, അള്ളാഹു ഉണ്ട് എന്ന് അവർക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഖുർആൻ പറഞ്ഞു തരുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശംസ വൽ ഖമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുക, നബി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണ് എന്ന് ബഹുദൈവ വിശ്വാസികളോട് നീ ചോദിച്ചാൽ, അവരോട് നീ ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താ? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് പറയും. ലാത്തയെ ആരാധിച്ച, ഉസ്സയെ ആരാധിച്ച, ഹുബലിനെയും മനാത്തിനെയും ആരാധിച്ചിരുന്ന ആളുകൾ അവരോട് ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ പടച്ചത്, സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാലുള്ള മറുപടി എന്താ? അള്ളയാണ്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാണ് ആകാശത്ത് മഴയിറക്കുന്നത്, വെള്ളം നൽകുന്നത്, ആരാണ് ആ വെള്ളത്തിലൂടെ കൃഷികൾ വളർത്തുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളയാണ്, അള്ളാഹുവാണെന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന കാലഘട്ടത്തിലെ ആളുകൾക്ക് ആരറിയാം? അള്ളാഹിനെ അറിയാം. അപ്പൊ തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് പടച്ചവൻ, അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്. ഈ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? മക്കയിലെ മുശ്രിക്കുകൾക്ക് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യും, മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യും, അവർ നഗ്നരായിക്കൊണ്ട് ഹജ്ജ് തവാഫൊക്കെ ചെയ്യാം. അങ്ങനെ അവർ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ തൽബിയത്ത് ചൊല്ലി, നമ്മൾ തൽബിയത്ത് ചൊല്ലുന്നത് പോലെ അവരും തൽബിയത്ത് ചൊല്ലി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകളായ ആളുകൾ ഇപ്രകാരം പറയും, ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരമേകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മതി മതി, അവിടെ അവസാനിപ്പിക്കൂ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവിടെ നിർത്തൂ. പക്ഷെ അവരടുത്തൊരു വാചകം പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, നിനക്കൊരു പങ്കുകാരനുമില്ല എന്ന് പറഞ്ഞ ഉടനെ അവർ പറയും, ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരൻ ആരാ? നീ ഉടമപ്പെടുത്തിയവനാണ്, നീ കഴിവ് കൊടുത്തവനാണ്, നീ സഹായിക്കുമെന്ന് പറഞ്ഞവനാണ്. അങ്ങനെ പറഞ്ഞിക്കണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വാദം. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ എന്താ പറഞ്ഞറിയോ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവർ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഞാനിത് ഇത്ര വിശാലമായി പറയാൻ കാരണം, നോക്കൂ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹു ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചു, അള്ളാഹുവാണ് പടച്ചവൻ, അള്ളാഹുവാണ് ഖാലിഖ്, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ, മുസ്ലിങ്ങളായ ആളുകളുടെ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയും, അള്ളാഹുവാണ് മുദബ്ബിറുൽ ആലം, കൈകാര്യകർത്താവ്. ആരാണ്? അള്ളാഹുവാണ്. ഇതിൽ തർക്കമല്ല, മുസ്ലിം ലോകത്ത് തർക്കമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ കോഴിക്കോടുകാരനായ ഒരു മനുഷ്യൻ മുദബ്ബിറുൽ ആലമാണ് എന്ന് ഇന്നത്തെ ആൾക്കാർ വിളിച്ചു പറയാം. തൗഹീദ് റുബൂബിയത്തിൽ പോലും ശിർക്ക് വരികയാണ്. നഊദുബില്ല, തൗഹീദ് റുബൂബിയത്തിൽ പോലും ശിർക്ക് വരുന്ന അവസ്ഥയാണ്. മുദബ്ബിറുൽ ആലം, അള്ളാഹ്ക്ക് മാത്രം പറയാൻ പറ്റുന്ന പേരാണത്. മുദബ്ബിറുൽ ആലം പടച്ചോ മാത്രമാണ്. അതൊരു സൃഷ്ടിയിലേക്ക് വക വെച്ചു കൊടുക്കുക. എന്തൊരു അപകടമാണത്!
നമ്മൾ ഈ മുസ്ലിമിന്റെ അഖീദ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തൗഹീദ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുക തൗഹീദ് റുബൂബിയത്താണ്. എന്താ റുബൂബിയത്ത്? ഏത് സമയത്തിന് ചോദിച്ചാലും നമുക്ക് ഉത്തരം ഉണ്ടാക്കണം. തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് റബ്ബി എന്ന വിശ്വാസമാണ്. അവനാണ് ഖാലിഖ്, അവനാണ് മാലിക്, അവനാണ് റാസിഖ്, ഭക്ഷണം നൽകുന്നവൻ, സംരക്ഷകൻ, അതേപോലെ തന്നെ ആധിപത്യമുള്ളവൻ, മുദബ്ബിർ അവനാണ്. ഇതാണ് തൗഹീദ് റുബൂബിയത്ത്. ഇതിൽ അല്ലാഹു ഏകനാണ്. അതാണ് തൗഹീദ് റുബൂബിയത്ത്. രണ്ടാമത്തെ തൗഹീദ് എന്ന് പറയുന്ന ഇനം എന്ന് പറയുന്നത് തൗഹീദുൽ ഉലൂഹിയത്താണ്. തൗഹീദുൽ ഉലൂഹിയത്ത് ഇത് നമ്മൾ വിശാലമായി പഠിക്കണം. ഇവിടെയാണ് പല ആളുകൾക്കും പിഴവ് പറ്റിയത്. അറിയാതെ നമുക്കും പിഴവ് പറ്റാൻ സാധ്യതയുള്ള മേഖല ഇതാണ്. അതുകൊണ്ട് ഇത് ആഴത്തിൽ പഠിക്കണം, സമയമെടുത്ത് പഠിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് ഇത് ഈ ഒരു ഖുത്ബ കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു വിഷയമല്ല. തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മതം കൽപ്പിക്കുന്ന, മതം പറയുന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുപ്പവും ബന്ധവും ഉണ്ടാക്കാനായി അടിമകൾ ചെയ്യുന്ന, മതം പറയുന്ന, മതം കൽപ്പിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു അടിമ ഉണ്ടാക്കുന്ന ചില പണികളുണ്ട്. ഉദാഹരണത്തിന് നേർച്ച നടത്തുക, പ്രാർത്ഥിക്കുക, ബലിയറുക്കുക, പ്രതീക്ഷ വെക്കുക. ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അഥവാ ആരാധനയിലെ ഏകത്വം. നമ്മൾ ആർക്ക് വേണ്ടി നിസ്കരിക്കണം? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ബലിയറുക്കേണ്ടത്? അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? അള്ളാഹുവിനാണ്. ഇതിലെന്ത് ചെയ്യാൻ പാടില്ല? പങ്കുകാരുണ്ടാക്കാൻ പാടില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ചില ആൾക്കാർ ഉറുക്ക് കെട്ടുന്ന ആൾക്കാരുണ്ട്, കയ്യിൽ ചരട് കെട്ടുന്ന ആൾക്കാർ. എന്തിനാ ചരട് കെട്ടിയത്? ആ ചരട് കെട്ടിയാൽ എൻ്റെ രോഗം മാറുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്. അത് അള്ളാഹുവിന്റെ ഉലൂഹിയത്തെ നമ്മൾ പങ്കു ചേർക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനാണ് ബലിയറുക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരോട് ബലിയറക്കാൻ പാടില്ല. ഒരാൾ മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ ബലിയറക്കുന്നു, ഒരാൾ റിഫായി ഷേഖിന്റെ പേരിൽ ബലിയറക്കുന്നു, ഏതെങ്കിലും ഒരു ഹോജയുടെ ഒരു കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ പേരിൽ ബലിയറക്കുന്നു. അത് ശിർക്കാണ്. കാരണം എന്താ? അത് ഉലൂഹിയത്തിൽ പങ്കു ചേർക്കലാണ്. മനസ്സിലായില്ലേ? ഉലൂഹിയത്തിൽ പങ്കു ചേർക്കൽ. അപ്പൊ ഉലൂഹിയത്തി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആരാധനയിലെ ഏകത്വമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇബാദ ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഖ്വാലി വൽ അഅമാലി വൽ ളാഹിറതി വൽ ബാത്തിന. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ? അതുകൊണ്ട് അർത്ഥമാക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള, അവന് തൃപ്തിയുള്ള എല്ലാ പ്രവർത്തികളും. അത് ആർക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ? അള്ളാഹുവിന് വേണ്ടി മാത്രം. അത് വാക്കുകൾ കൊണ്ടായാലും പ്രവർത്തികൾ കൊണ്ട്, അത് രഹസ്യമായാലും പരസ്യമായാലും ഒക്കെ എന്താണ്? അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ സുജൂദ്, നമ്മുടെ റുക്കൂഅ്, നമ്മുടെ ആരാധനകൾ എല്ലാം എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതിനാണ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറയാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഇതിൽ അബദ്ധം സംഭവിച്ചാൽ നരകാണ്. ഇതാണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത. ഇതിൽ അബദ്ധം സംഭവിച്ചാൽ, തെറ്റ് സംഭവിച്ചാൽ എന്താണ്? ഒരു മനുഷ്യനെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ പഠിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? തൗഹീദുൽ ഉലൂഹിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇതാണ് തൗഹീദിന്റെ ഏറ്റവും മർമ്മം. അതാണ് അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന, അതാണ് ആരാധന. അദ്ദുആ ഉബുഖുൽ ഇബാദ. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. എത്രയോ ഹദീസുകൾ കാണാൻ പറ്റും. ആ മേഖല മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ. നമ്മളെല്ലാവരും, ഇസ്ലാം പറയുന്നത് പ്രാർത്ഥന ആരാധനയാണ്. അത് ആർക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിനോട് മാത്രം. ഒരാൾ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു, അവൻ്റെ വിധി എന്താ? ഒരാൾ യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അതിൻ്റെ വിധി എന്താ? അവൻ ശിർക്കിലാണ്. അവൻ ബഹുദൈവാരാധന ചെയ്തു. സംശയമുണ്ടോ നമുക്കാർക്കെങ്കിലും? ഒരു സംശയമില്ല. കാരണം എന്താ? അള്ളാഹു പറഞ്ഞത് അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളത്. അതേ മനുഷ്യൻ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണമെന്ന് വിളിച്ചാലോ, റിഫായി ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാലോ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഷേഖിനെ വിളിച്ച് എൻ്റെ രോഗം മാറ്റണേ എന്ന് വിളിച്ചാലോ, അതിനൊരു കുഴപ്പമില്ല. നമ്മളിൽ പല ആൾക്കാരും മനസ്സിലാക്കിയത് എന്തൊരു അബദ്ധമാണത്. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചൊരു ഖുർആനുണ്ട്, ഇവിടെ പ്രമാണമുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് ആ പ്രമാണങ്ങളിൽ എവിടെയും അങ്ങനെ ഒരു വിളി നമുക്ക് കാണാൻ പറ്റൂല. പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഒരു വിളി അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും നീങ്ങാൻ പാടില്ല. അങ്ങനെ നീങ്ങിയാൽ എന്താണ്? അത് ശിർക്കാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമ്മളത് പറയും. എന്തുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം? അതിന് ധാരാളം കാരണങ്ങൾ, അതിൽ 10 കാരണങ്ങൾ അടുത്ത ഖുത്ബയിൽ നമുക്ക് പഠിക്കാം. എന്തുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം? 10 കാരണങ്ങൾ. 10 മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 കാരണങ്ങൾ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് പറയാം. നമ്മളെ അള്ളാഹു പടച്ചത് അവനെ ആരാധിക്കാനാണ്, അവനോട് മാത്രം പ്രാർത്ഥിക്കാനാണ്. അതിലൊരു സംതൃപ്തി കണ്ടെത്താൻ പറ്റണം. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റണം.
നമ്മളെ പടച്ച റബ്ബ്. അതാണ് റുബൂബിയത്ത് എന്താ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ള റബ്ബിന്റെ കൽപ്പനയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നെ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇത് ആര് പറഞ്ഞതാ? അല്ലാഹ് പറഞ്ഞതാ. ഏത് പാതിരാത്രിയിലും എവിടെ വെച്ചും എപ്പോഴും എന്ത് ചെയ്യുക, നമുക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, എന്തും അള്ളാഹുവിനോട് ചോദിക്കുക. അനുവദനീയമായ ഹറാമല്ലാത്ത എന്ത് കാര്യം പടച്ചവനോട് ചോദിക്കുക. സഹോദരങ്ങളുടെ ഒരൊറ്റ വാചകം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബാക്കിൽ ഫിറഔനുണ്ട്. ഫിറഔൻ അദ്ദേഹത്തിന്റെ ആളുകൾ കൊല്ലാനാ വരുന്നത്. മുന്നിലെ കടലാണ്. പ്രകൃതിയുടെ നിയമം എന്താ? രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. കൊല്ലാൻ വരുന്ന ആളാണ്, മൂസാ നബിനെ കൊല്ലാനാണ്. മൂസാ നബിയെയും വിശ്വസിച്ച ആൾക്കാരെ കൊല്ലാൻ വരികയാണ് ആര്? ഫിറഔനും കൂട്ടരും. മുന്നിൽ കടലുമാണ്. കടലിലേക്ക് ഇറങ്ങിയാൽ മുങ്ങിച്ചാവും. അവിടെ തന്നെ കാത്തു നിന്നാലോ, കടലിന്റെ മുമ്പിൽ അവിടെ നിന്നാലോ ഫിറഔനും കൂട്ടരും വെട്ടിക്കൊല്ലും. ആ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ മൂസാ നബി പറഞ്ഞ വാചകം എന്താ? ഇന്ന റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. എൻ്റെ റബ്ബ് എനിക്കൊരു വഴി. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എൻ്റെ മകൻ അവന് ക്യാൻസറാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾക്ക് ഇന്ന രോഗമുണ്ട്, അവൾക്ക് വിവാഹം ശരിയാകുന്നില്ല, ഒരു പ്രതിസന്ധിയാണ്. അവിടെ നമുക്കുണ്ടാകേണ്ട ചിന്ത എന്താ? എന്നെ മാത്രം ഇങ്ങനെ പടച്ചോ പരീക്ഷിക്കണം. അല്ല, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. എന്തിനാ നമ്മൾ സംശയിക്കുന്നത്? എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? കാരണം മൂസാ നബിക്ക് ആ കടലിൻ്റെയും ഫിറഔനിൻ്റെയും ഇടയിൽ നിന്ന് സുന്ദരമായ വഴി കാണിച്ചു കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. ദന്നൂൻ പ്രവാചകൻ, അള്ളാഹു അദ്ദേഹത്തെ കടലിൻ്റെ ആഴിയിലേക്കാണ് എത്തിച്ചത്, അല്ലേ? ആ ചരിത്രം നമുക്കറിയാം. എവിടെയാ യൂനുസ് നബി അലൈഹി സ്വലാം? അദ്ദേഹം എവിടെയുള്ളത്? അദ്ദേഹം കടലിലാണ്. അല്ല, കടലിൻ്റെ ഉള്ളിലെ ഒരു മത്സ്യത്തിന്റെ വയറ്റിലാണ് അദ്ദേഹം. അവിടുന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. രക്ഷപ്പെടാൻ എന്ത് സാധ്യതയുള്ളത്? ഒന്ന് കടലിലാണ്, കടലിന്റെ ഇരുട്ടുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിലാണ്, അതിന്റെ ഇരുട്ടുണ്ട്. രാത്രിയുടെ ഇരുട്ടുണ്ട്. ആ ഇരുട്ടുകളുടെ ഉള്ളിൽ നിന്ന് മഹാനായ ദന്നൂൻ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെ നീ രക്ഷപ്പെടുത്തണേ, നീ അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, പടച്ചോൻ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രം. ഞാൻ പറയണത് അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കിയാണ് നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. നമ്മുടെ ജീവിതത്തിന് ഒരു ടെൻഷനും ഉണ്ടാവില്ല. നമ്മുടെ പ്രശ്നം നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല, പഠിക്കേണ്ടതുപോലെ നമ്മൾ പഠിച്ചില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അഖീദ നമ്മൾ ശരിക്കും പഠിക്കുക. റുബൂബിയത്ത് എന്താന്ന് പഠിക്കുക, ഉലൂഹിയത്ത് എന്താന്ന് പഠിക്കുക, അസ്മാഇ വസിഫത്തൊക്കെ പഠിച്ചാണ്ടല്ലോ ഒരു മനുഷ്യൻ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ. അതിലൊറ്റ വാചകം അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ ലൈഫിൽ നമുക്ക് സങ്കടം വരില്ല. അതിലുള്ള ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ നമുക്കത് വിശദീകരിക്കാം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമ്മെ ഏൽപ്പിച്ച അവൻ്റെ ആദർശം അടിയുറച്ച് മനസ്സിലാക്കുന്ന പഠിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചത്, നമ്മളെ സൃഷ്ടിച്ചത്? ആ വിശദീകരണം നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞായി, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിആമുറഹും ബിൽ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കൂ, എനിക്ക് ഇബാദത്ത് ചെയ്യൂ. അതാണ് റബ്ബിൻ്റെ കൽപ്പന. നമ്മളോടും ജിന്നുവർഗത്തോടുമുള്ള കൽപ്പനയാണ്. ആയത്തിൻ്റെ ആശയം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നത് എന്തിനാണ്? അള്ളാഹു നമ്മളെ പടച്ചത് എന്തിനാണ്? ഈ ലോകത്തെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് അങ്ങനെ ജീവിക്കാൻ വേണ്ടി മാത്രം. ഇതൊക്കെ നമുക്കുള്ളതാണ്. ദുനിയാവിൽ നല്ല വീടുണ്ടാക്കുക, നല്ല വാഹനം വാങ്ങുക, നല്ല വസ്ത്രം ധരിക്കുക, ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ദുനിയാവിലെ നിന്റെ ഓഹരിയെ നീ മറന്നു കളയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനല്ല അള്ളാഹു നമ്മളെ പടച്ചത്. അള്ളാഹു നമ്മളെ പടച്ചത് ഇവിടെ വലിയൊരു വീടുണ്ടാക്കാനല്ല. അള്ളാഹു നമ്മളിവിടെ പടച്ചത്
ഒരുപാട് സന്താനങ്ങളുണ്ടായി അവരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആ രീതിയിൽ മാത്രം ജീവിക്കാനല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു ചെറിയ ജീവിതം നമുക്ക് നൽകിയത്. ആ ജീവിതത്തിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഈ ആയത്തിനെ എത്രമാത്രം നമ്മളൊക്കെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്, ഈ ആയത്തിനോട് എത്രമാത്രം നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നുണ്ട്, സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യം തൗഹീദാണ്. എല്ലാവരെയും അള്ളാഹു പഠിച്ചെന്താ? ഇപ്പൊ ഇവ സൂര്യൻ തൗഹീദുള്ള ആളാന്ന് വേണമെങ്കിൽ പറയാം. തൗഹീദുള്ള സൃഷ്ടിയാണ് സൂര്യൻ. വലിയ പഠനങ്ങളുണ്ട് ആ മേഖലയിൽ, പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന് കീഴൊതുങ്ങുക, അതാണ് ഇസ്ലാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? കീഴൊതുങ്ങിയവൻ. സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, ഗ്രഹങ്ങൾ മുസ്ലിങ്ങളാണ്. എന്താ അർത്ഥം? എന്താ? അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങിയാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവർ ധിക്കാരം കാണിക്കില്ല. പടച്ചോൻ പറഞ്ഞതുപോലെയാണ് ചലിക്കുന്നത്. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ മുസ്ലിം ആകണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്, അവനോട് മാത്രം ദുആ ചെയ്യുക എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലേക്കാണ്, യാ അബാ ഹംസ അബലഗക അന്ന ദുആ നിസ്ഫുൽ ഇബാദ, ഇബാദത്തിന്റെ പകുതിയാണോ പ്രാർത്ഥന? ഇബാദത്തിന്റെ പകുതിയാണോ പ്രാർത്ഥന? അദ്ദേഹം പറഞ്ഞില്ല, ബൽ ഹുവൽ ഇബാദത്തു കുല്ലുഹു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഇബാദത്താണ്. ആ ഇബാദത്താണ് നമ്മളിൽ പല ആൾക്കാരും അള്ളാഹു അല്ലാത്തവർ കൊടുക്കുന്നത്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മകൻ, നമ്മുടെ മകൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, ആരും ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കണം. അതിൻ്റെ ദുരന്തം എന്താ? നിങ്ങൾ എൻ്റെ വീട്ടിൽ അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അടിവരട്ട് പഠിച്ചോളി. അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂല. അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി എൻ്റെ വാചകല്ല. അബവാഹ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കിടയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വഹാബികൾ കുറച്ച് ദൂരത്താണ്. ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി നബി ഇങ്ങനെ ആരോടോ സംസാരിക്കുന്നുണ്ട് നബി, പക്ഷെ ആരെയും മുന്നിൽ കാണുന്നില്ല. നബി ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, നബി തല താഴ്ത്തിയിരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിക്കുന്നുണ്ട്, നബി എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതെൻ്റെ ഉമ്മാന്റെ ഖബറാണ്, എൻ്റെ ഉമ്മാന്റെ ഖബറാണ്. എൻ്റെ ഉമ്മാക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. ആരുടെ ഉമ്മാക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബി റബ്ബിനോട് അനുവാദം ചോദിച്ചു. സ്വഹീഹായ ഹദീസാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞ ഹദീസല്ല. എൻ്റെ റബ്ബനിക്ക് അനുവാദം നൽകിയില്ല, എൻ്റെ റബ്ബനിക്ക് അനുവാദം നൽകിയില്ല. ഖബർ സന്ദർശിക്കാൻ ഞാൻ അനുവാദം ചോദിച്ചു, ഖബർ സന്ദർശിക്കാൻ എനിക്ക് അനുവാദം കിട്ടിയെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ശിർക്ക് ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുനമ്പത്ത് ബിബിയെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാള് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി അള്ളാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അതാണ് ഇപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവരോട് ഏറ്റവും മാന്യമായി, ഏറ്റവും നന്നായി നമ്മൾ തൗഹീദ് പറയണം. ഇത് ആരോടുള്ള ദേഷ്യമല്ല, വെറുപ്പല്ല. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ഈ വിശ്വാസം ഉണ്ടാകണം. അതാണ് നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ ആദർശം. ആ ആദർശം പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ ആദർശത്തിൽ ഒരുമിച്ച് നിർത്തുമാറാകട്ടെ. ആദർശം പഠിക്കാനുള്ള ഓരോ വഴികൾ നമ്മുടെ മുമ്പിലുണ്ടാകും, നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ സാധാരണ നടന്നു വരാറുള്ള ഖുർആൻ പഠന ക്ലാസ് ശനിയാഴ്ചയാണ്. ആ നാളത്തെ ക്ലാസ് ഇന്നേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിതാക്കൾ എന്ത് ചെയ്യണം? ആ ഖുർആൻ ക്ലാസ്സിൽ ഇന്നെല്ലാവരും മഗ്‌രിബിന് ശേഷം നടക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ ഈ വരുന്ന ഞായറാഴ്ച ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാഹ് സൗദി അറേബ്യയിലെ പ്രമുഖനായ പണ്ഡിതനാണ്, മലയാളിയാണ്. അവിടെയുള്ള ജാലിയാത്തിലെ പ്രബോധകരായി ജോലി ചെയ്യുന്ന വലിയ പണ്ഡിതനാണ് അദ്ദേഹം. നമ്മുടെ ഈ നാടിൻ്റെ പരിസര പരവൂർ എന്ന് പറയുന്ന പരൂർ എന്ന് പറയുന്ന ഇതിന് തൊട്ടടുത്തുള്ള അവിടെയുള്ള ദാറുസ്സലാം മസ്ജിദ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിത ചരിത്രം പറയുന്ന പഠനാർഹമായ ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ സാധിക്കുന്ന ആൾക്കാരെല്ലാവരും ഞായറാഴ്ച കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ വരുന്ന
നമ്മുടെ ആദർശ ബന്ധുക്കളായ പല ആളുകളും രോഗികളാണ് എന്ന് അറിയിച്ചത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്ന ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് രോഗികളായ ആളുകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ സഹോദരികളുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് നേതൃത്വം നൽകിയ ആളുകൾ, നമ്മുടെ അയൽവാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ആദർശം കൃത്യമായി പഠിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സുന്ദരമായ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ منكم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.